ഇന്നത്തെ ഊണിന് അമൃതിന്റെ സ്വാദുണ്ട്. അമ്മയുടെ മനസ്സിന്റെ സന്തോഷം മുഴുവനും ഈ ഊണിലുണ്ട്, അല്ലേടാ? അതെ ചേട്ടാ. എന്റെ മക്കൾ എല്ലാവരെയും ഒരുമിച്ചിരുത്തി വിളമ്പിത്തരാനുള്ള ഭാഗ്യം അമ്മയ്ക്കുണ്ടായല്ലോ, അത് മതി. നീ എന്താ ഊണ് കഴിക്കാത്തത്? ഒന്നുമില്ല. ഇവൻ ഇവിടെ വന്നിട്ട് എന്താ അമ്മ ആകെ കൂടി ഒരു വല്ലായ്മ? ഞാനും അവനോട് ചോദിച്ചതാ, നാണുവേട്ടനെയും അപ്പൂനെയും പിരിഞ്ഞു പോകുന്നതിലുള്ള വിഷമമാണോടാ? അതിനെത്ര വിഷമിക്കാനെന്താ? പോയിട്ട് വന്നുകൂടെ? അതെ. നിനക്കിന്ന് ഡ്യൂട്ടിക്ക് പോണോടാ? ഇന്ന് ഷിപ്പ് വരുന്ന ദിവസമാണമ്മേ. ഞങ്ങളെല്ലാം വെട്ടിക്കുന്ന റാസ്കലുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇന്ന് അവനെ ഞങ്ങൾ പിടികൂടും. അമ്മേ, അച്ഛനെയും വല്യേട്ടനെയും കാണാൻ ഞാൻ കൂടെ പോയിക്കട്ടെ? നീ വരണ്ട. അച്ഛനെന്താ ഊണിരിക്കാത്തെ? ക്രൈസ്റ്റും അങ്ങോട്ട് ഇറങ്ങുന്നില്ലടാ മോനെ. പിന്നെ ഞാനെങ്ങനെ സമാധാനോട് ജോലിക്ക് പോകുന്നേ? നീ കൂടെ പോയി കഴിഞ്ഞാല് ഇതിനകത്തിരിക്കുമ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അച്ഛാ, നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത ഭാഗ്യമല്ലേ ബാലനും ശ്രീദേവിക്കും കിട്ടിയത്? അതെ അപ്പു. പക്ഷേ ഈ ജീവിതത്തിൽ അവനെ പിരിയേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിരിഞ്ഞു പോയതല്ലോ, അവരെന്നും അച്ഛന്റെ മക്കൾ തന്നെയല്ലേ? നോക്കൂ, അച്ഛൻ ഭക്ഷണം കഴിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല. ഇല്ല പൂ, മോൻ പൊയ്ക്കോ, ഞാൻ കഴിക്കാം. എടാ കുട്ടപ്പ, അന്ന് എരിസവത്തമ്മയുടെ വീട്ടിൽ നിന്ന് ചാടിപ്പോയോളാ. എന്നാൽ അവളെ വിടാൻ പാടില്ല. എന്താ രമേ? എന്നെ പിടിക്കാൻ രണ്ട് റൗഡികൾ വരുന്നു. പട്ടികളെ
ചേട്ടാ ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓ സാരമില്ല. അപ്പു, ഇനി ഈ വീട്ടിൽ രമയുടെ ജീവിതം സുരക്ഷിതല്ല. അതുകൊണ്ട് നീ ഇവിടെ നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ല. വേണ്ട അമ്മാവ, രമേ, ഞാൻ മറ്റെവിടെയെങ്കിലും പോയിക്കോളാം. രമേ, അപ്പു നല്ലവനാണ്. മറ്റെവിടെങ്കിലും പോകുന്നതിനേക്കാൾ നല്ലതല്ലേ എന്റെ വീട്ടിലേക്ക് വരുന്നത്? ആലോചിക്കാണ്ട് ചെല്ലു വെച്ച്. രമേ, നീ വിഷമിക്കണ്ട. എന്നോടൊത്ത് വരാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഒരിക്കലും നിന്നെ ഞാൻ കൈവിടില്ല. അതിനുള്ള അർഹത എനിക്കില്ല. അതുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ? ഞാനിന്ന് ഉടഞ്ഞു ചിതറിയ ഒരു കണ്ണാടിയാണ്. അന്നൊരു നിമിഷം എന്നോട് കാരുണ്യം കാണിച്ചിരുന്നെങ്കിൽ ഞാൻ നശിക്കില്ലായിരുന്നു. നീ നശിച്ചെങ്കിൽ അതിന് കാരണക്കാരൻ ഞാൻ. അതുകൊണ്ടാണ് നിന്നെ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. തന്നെ നടന്നതെല്ലാം മറന്നു അപ്പുവിന്റെ കൂടെ പോകുമ്പോൾ ചുമ്മാ ചെല്ലു വെച്ച്. പണത്തിനു വേണ്ടി മനുഷ്യൻ മൃഗമാകുന്ന ഈ ലോകത്ത് ഇതും ഇതിനപ്പുറവും നടക്കും. അത് പോട്ടെ, മോളിനെ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? രമയ്ക്ക് മറ്റൊരാശ്രയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോവാൻ കഴിയില്ല. അതെന്താ? എന്റെ സ്ഥിതി അറിഞ്ഞ അമ്മ ദുഃഖം താങ്ങാനാവാതെ മരിച്ചു. എനിക്ക് ഇനി ഈ ലോകത്ത് ആരുമില്ല. അച്ഛൻ അനുവദിക്കുകയാണെങ്കിൽ രമ ഇവിടെ നിർത്താം. എവളെ സഹായിക്കേണ്ട കടമ എനിക്കുണ്ടച്ഛ. അങ്ങനെയാണെങ്കിൽ എന്നോട് പ്രത്യേക അനുവാദം ചോദിക്കേണ്ട ആവശ്യമുണ്ടോടാ? അവൾ ഇവിടെ തന്നെ താമസിച്ചോട്ടെ.